ഇന്ന് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. എൻ്റെ മിക്സി ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതേപോലെ ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട, എന്തായാലും കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനെ അമ്മിയിൽ അരച്ച് കറി വെക്കാൻ പോകുന്നത്. നമുക്ക് അതിനുള്ള ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. നമ്മൾ ചമ്മന്തിക്കൊക്കെ ജസ്റ്റ് ചതച്ചെടുക്കണ പോലെയല്ല ഇതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾ ജിമ്മിലൊക്കെ പോയി, അല്ലെങ്കിൽ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് ഡമ്പൽ പൊക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ കല്ലൊക്കെ പൊക്കി ഇന്ന് അരയ്ക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല നടുവേദന എടുത്തു കേട്ടോ. ഒരു 10-15 മിനിറ്റോളം നിന്ന് എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പക്ഷി പോലെയൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മേത്ത് മൊത്തം, അതായത് ഡ്രസ്സിൽ മൊത്തം ഈ ഒരു അരപ്പിൻ്റെ ഇതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിൽ അഴുക്ക് പറ്റണത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഒരു മെസ്സി ടൈപ്പ് പോലെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ജ്യൂസ് എടുത്തപ്പം എനിക്കും കൂടി ഒരു ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. സംഭവം എനിക്കത് കുടിച്ചങ്ങോട്ട് ഇറക്കിയപ്പോൾ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയത് കാരണം ഓൾറെഡി ബോഡി വീക്കായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ മീനൊക്കെ വറുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്കുവരട്ടി വെച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ അതും സെറ്റാക്കി. കറിക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഉലുവയും ചെറിയ ഉള്ളിയും കൂടെ താളിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഞാൻ വിചാരിച്ചതിലും കാട്ടിലും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ മീനും വറുത്തു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.